MTN News, Malayalam Television Network. കേരള കർഷക സംഘം 27ാമത് ജില്ലാ സമ്മേളനത്തിന് വേങ്ങരയിൽ ആവേശോജ്വലമായ പ്രകടനത്തോടെ സമാപനം. പുതിയ ഭാരവാഹികളായി BM ഷൌക്കത്തിനെ പ്രസിഡന്റായും PK അബ്ദുള്ള നവാസിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കൂറ്റാളൂർ സഭാ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച സമാപന പ്രകടനം താഴെ അങ്ങാടിയിലാണ് അവസാനിച്ചത്. തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാരുടെ എണ്ണം കുറയാണ് സമൂഹത്തിൽ. കാരണം ആ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. കർഷക തൊഴിലാളികളുടെ എണ്ണം കുറയാണ്. കാരണം ആ ജോലി മാത്രമായിട്ട് ചെയ്ത് ജീവിക്കാൻ അവിടെ പറ്റില്ല. കൃഷിക്കാരനും കാർഷിക തൊഴിലാളിയും ഇല്ലാത്ത ഒരു ഗ്രാമീണ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിത തകർച്ച സംഭവിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൃഷിക്കാരനും കാർഷിക തൊഴിലാളിയും ജീവിച്ചത് അവനവൻ്റെ നാട്ടിലാണ്. കൃഷിയും കാർഷിക തൊഴിലാളിയും ഇല്ലാതാവുമ്പോൾ നമ്മൾ ജീവിക്കുക ദുബായ്, അബുദാബി, ഖത്തർ അവിടെ ഇരിക്കും. നാട്ടിൽ ജീവിക്കാൻ കഴിയുമ്പോൾ നാട് വിടേണ്ടി വരും. നാട് വിട്ടവർക്ക് ഇപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റുമോ? അവിടെ ട്രംപ് വന്നിരിക്കുക ഒരു ഭാഗത്ത്, അങ്ങേപ്പുറത്ത് ഇറാനും ഉണ്ട്. ട്രംപിൻ്റെയും ഇറാൻ്റെയും ബോംബിൻ്റെ നടുക്കാണ് നമ്മുടെ പല ആൾക്കാരും ഇപ്പോൾ ജീവിക്കുന്നത്. പറയണില്ല എന്നേ ഉള്ളൂ. വീട്ടിലേക്ക് വൈകുന്നേരം ടെലിഫോൺ വരും, അത് ആ മിസൈൽ അതിലെ പോകുന്നുണ്ട് പറഞ്ഞിട്ട്. കുട്ടികൾ കൂട്ടക്കരച്ചിലാണ്. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകാൻ കഴിയുമോ എന്ന സംശയം രൂപപ്പെട്ടിരിക്കുകയാണ്. നാട് വിട്ട് ജീവിക്കാനും കഴിയാത്ത സാമൂഹ്യ സാഹചര്യം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യൻ്റെ ദുരിതം വർദ്ധിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഏറ്റവും മുന്നിലൊരു മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്ര സത്യമാണ്. മുമ്പിലൊരാളുണ്ട് എന്നൊരു ധൈര്യമുണ്ട്. ഇപ്പം എന്താ മുമ്പിലുള്ളത്? ഞാൻ അങ്ങോട്ട് പോരുമ്പോൾ ലീഗുകാർ പഠിച്ചുകൊണ്ടിരിക്കുക. ആഗസ്റ്റ് മാസം 15-ാം തീയതി വന്ദേ ഭാരതം കാണാതെ ചെല്ലാൻ വേണ്ടി ലീഗുകാർ പഠിച്ചുകൊണ്ടിരിക്കുക. ലീഗുകാരെ പഠിപ്പിച്ചിവിടെ, മനസ്സിലല്ലേ? മുസ്ലിം ലീഗുകാർ ഭയങ്കര ഭാഗ്യമായി. വന്ദേ ഭാരതം കാണാതെ എല്ലാം പഠിച്ചല്ലോ. പാണക്കാട്ടിലെ തങ്ങള്, കുഞ്ഞാലിക്കുട്ടി, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ ഓരോരുത്തരും വട്ടത്തിലിരുന്ന് പഠിക്കല്ലേ. 15-ാം തീയതി ചെല്ലണ്ടേ? പണ്ട് ഇവിടെ വന്ദേ ഭാരതൻ്റെ പകുതിയില്ല മതി, കുറച്ച്. ഇപ്പം മുഴുവൻ ചെല്ലണം എന്നാ. മനസ്സിലായ നിങ്ങൾ? വോട്ട് ചെയ്യാൻ പോയ ലീഗർക്ക് അറിയോ? സഭാവിനെ എതിരായിട്ട് വോട്ട് ചെയ്തവർക്ക് അറിയോ? വന്ദേ ഭാരതം നീട്ടി ചെല്ലാനാണ് ഈ വോട്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യൂ? ഇപ്പം ലീഗർക്ക് യാതൊരു വിഷമവുമില്ല. ഇത് വന്ദേ ഭാരതം കേട്ടില്ലെങ്കിലാണ്. മനസ്സിലായ നിങ്ങൾക്ക്? മറ്റേതങ്ങനല്ല. മറ്റേ ഖുർആനല്ലേ, ഓതലല്ലേ, ഹദീസുകളല്ലേ, അങ്ങനല്ലേ? ആ സ്ഥാനത്തേക്ക് അപ്പോൾ വന്ദേ ഭാരതം കയറ്റി കിട്ടിയത്. BJPയുടെ കേന്ദ്ര നയങ്ങളിലെ മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങൾക്ക്, ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങൾക്ക് പൂർണ്ണമായി കീഴടങ്ങുന്ന നിലപാട് ഇപ്പം സ്വീകരിക്കില്ലേ? ഓരോന്നിലും ഇവിടെ ഒരു വഖഫ് ബോർഡിനെ വെച്ചില്ലേ? നമ്മൾ വെച്ചല്ലോ വഖഫ് ബോർഡ്. കേന്ദ്രമുണ്ടാക്കിയ ഏറ്റവും അപകടം നിറഞ്ഞ നിയമങ്ങളിലൊന്നായിരുന്നു വഖഫ് ബോർഡിലേക്കുള്ള പുതിയ വഖഫ് ബോർഡുകൾ തയ്യാറാക്കുമ്പോൾ അതിൽ
വഖഫ് സ്വത്തല്ലേ കൈകാര്യം ചെയ്യുന്നത്? വഖഫ് സ്വത്ത് ആരുടെ സ്വത്താ? വഖഫ് ചെയ്തിരിക്കുന്നത് ഹിന്ദുവാണോ? ഹിന്ദു വഖഫ് ചെയ്യോ? ഈ വഖഫ് ചെയ്ത ഭൂമി മുഴുവൻ മുസ്ലിം ഭക്തന്മാരല്ലേ? അവരുടെ ഭൂമിയല്ലേ? വിശ്വാസികളല്ലേ? അവരുടെ ഭൂമിയല്ലേ? നമ്മുടെ രാജ്യത്ത് എത്രയോ കൊല്ലങ്ങളായിട്ട് ആ ഭൂമി അത് കൈകാര്യം ചെയ്യുന്നത്, വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നത് നിയമാനുസൃതമാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഗവൺമെൻറ് ഇടപെട്ടുണ്ടാക്കിയതുമായ വഖഫ് ബോർഡ് നമുക്കുണ്ട്. ആ വഖഫ് ബോർഡുകളിൽ മുഴുവൻ മുസ്ലിം അല്ലാത്ത ആരെങ്കിലും ഇന്ന് വരെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് വരെ BJP അതിൽ തള്ളിക്കയറി. അങ്ങനെ BJP ചെയ്യുക. അവർ നിയമം ഉണ്ടാക്കി, അതിൽ ഭൂരിപക്ഷം പേര് വേണമെങ്കിൽ മുസ്ലിം അല്ലാത്തവരാവാം എന്ന നിയമമാണ് ഉണ്ടാക്കിയത്. 2 പേര് നിർബന്ധമായിട്ട് വഖഫ് ബോർഡിലുണ്ടാവണമെന്ന് തീരുമാനിച്ചു. കേരള വഖഫ് ബോർഡ് നമ്മൾ പുനഃസംഘടിപ്പിക്കാൻ കോടതി നിർദ്ദേശം വന്നപ്പോൾ യാതൊരു മടിയും കൂടാതെ അത് പുനഃസംഘടിപ്പിച്ചപ്പോൾ മുസ്ലിം അല്ലാത്തവരെ ആ ബോർഡിൽ വെക്കുക എന്ന തീരുമാനം ഇവിടെ നടപ്പിലാക്കിയില്ല. മുസ്ലിം അല്ലാത്തവരെ വെച്ച ഒരു വഖഫ് ബോർഡ് കേരളത്തിൽ കൊണ്ടുവന്നില്ല പിണറായി വിജയൻ. BM ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി VP അനിൽ, PK അബ്ദുള്ള നവാസ്, സഭാ കുണ്ടുപുഴയ്ക്കൽ, KT ആലവിക്കുട്ടി എന്നിവർ സംസാരിച്ചു. സമാപന പ്രകടനത്തിന് സഭാ കുണ്ടുപുഴയ്ക്കൽ, KT ആലവിക്കുട്ടി, M ഇബ്രാഹിം, K സുരേഷ് കുമാർ, KC വേണുഗോപാൽ, പ്രകാശ് പുത്തൻമടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. 2ാം ദിവസവും തുടർന്ന പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ചകൾക്ക് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി VM ഷൌക്കത്തും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി AC മൊയ്തീൻ, ഗോപി കോട്ടമുറിക്കൽ എന്നിവരും മറുപടി പ്രസംഗം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് M വിജയകുമാർ, P ജ്യോതിബാസ്, P സൈഫുദ്ദീൻ എന്നിവരും പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിച്ചു. അഡ്വക്കേറ്റ് PK ഖലിമുദ്ദീൻ, ഗീത പള്ളിയാലിൽ, മാത്യു സെബാസ്റ്റ്യൻ എന്നിവരാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ. TK റഷീദ് അലി, മത്തായി യോഹന്നാൻ, K ദേവിക്കുട്ടി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും K സുന്ദരരാജനെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. ഇതെന്താ ഓണമായിട്ട് എല്ലാവരും ഇവിടെ? ഇത്തവണത്തെ ഓണം ആധാർ ഗോൾഡിലല്ലേ? ഓണം സ്വർണോത്സവം ആധാർ ഗോൾഡിലൂടെ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ. 1ാം സമ്മാനം തിളങ്ങുന്ന ഒരു മാരുതി ബലേനോ കാർ. 2ാം സമ്മാനം സ്റ്റൈലായി യാത്ര ചെയ്യാൻ ഒരു സ്കൂട്ടർ. 3ാം സമ്മാനമായി 5 ഫ്രിഡ്ജുകൾ 5 വിജയികൾക്ക് സ്വന്തം. 4ാം സമ്മാനമായി 5 വാഷിംഗ് മെഷീൻ 5 പേർക്ക്. 5ാമതായി 50 മനോഹരമായ ഡിന്നർ സെറ്റുകൾ 50 പേർക്ക്. 6ാം സമ്മാനം 50 പ്രഷർ കുക്കറുകൾ 50 ഭാഗ്യശാലികൾക്ക്. 7ാം സമ്മാനം 50 ഫ്രൈ പാനുകൾ 50 പേർക്ക്. എന്താ മാവേലി, ഇത് പൊളിക്കൂലേ? അത് കിടക്കും ബ്രോ. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സംയുക്തത്തിൽ ആധാർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഓണം സ്വർണോത്സവം. ഓഗസ്റ്റ് 1 മുതൽ തുടർച്ചയായി 3 മാസക്കാലം നീളുന്ന ഈ സുവർണാവസരത്തിൽ നിങ്ങളും പങ്കാളിയാകൂ. ആധാർ ഗോൾഡിന്റെ മുഴുവൻ ഷോറൂമുകളിലും ഈ സമ്മാന കൂപ്പൺ ലഭ്യമാണ്.